നന്ദു ലഡു വാങ്ങാനാണോ പടക്കം വാങ്ങാനാണോ നന്ദിന്റെ പുറപ്പാടെന്നറിയില്ല. ഏതായാലും ഏറെക്കുറെ സ്റ്റെബിലൈസ് ചെയ്തു എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ലീഡ് നില 155 മറുഭാഗത്ത് RJD സഖ്യം എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യ സഖ്യം എന്ന് പോലും പറയാൻ നിവൃത്തിയില്ല. തേജസ്വി യാദവിന്റെ സഖ്യം 78 മുന്നിട്ട് നിൽക്കുമ്പോൾ 11:30 മണി വരെയെങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അല്ലേ? ഏറെക്കുറെ ഒരു 12 മണി വരെയെങ്കിലും. അതെ. നന്ദു, ലാസ്റ്റ് വേർഡ് അങ്ങ് പോകുന്നതിന് മുമ്പ്. ഇതിനകത്ത് വളരെ കൃത്യമായി ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ അതിൻ്റെ പിന്നോക്കാവസ്ഥയിൽ നിന്ന്, അതിൻ്റെ ജംഗൽ രാജ് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു മുന്നണിക്ക് ബീഹാറിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഈ വിജയം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം. അതുപോലെ തന്നെ നരേന്ദ്രമോദിജി, നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഓരോ പദ്ധതിയും, അത് ഏറ്റവും ചെറിയ പദ്ധതി മുതൽ, ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി, ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ആ പദ്ധതി അവിടുത്തെ എത്രയോ കുടുംബങ്ങൾക്ക് വലിയ തണലാണ് നൽകുന്നത് എന്നുള്ളത് അവർ ഈ യാത്രകളിലൊക്കെ, ഈ ഇലക്ഷൻ സമയത്തും പല മാധ്യമപ്രവർത്തകരും അവരെ കാണുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ അവിടുത്തെ സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കുന്ന നിലയിലേക്ക് ടോയ്ലറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓരോ സാധാരണക്കാരനും വലിയ രീതിയിലുള്ള ഈ റേഷൻ കട വഴി ലഭിക്കുന്ന, അവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന, അവർക്ക് അന്നം ലഭിക്കുന്ന അത്തരം പദ്ധതികൾ, നരേന്ദ്രമോദിജിയുടെ ഓരോ പദ്ധതിയും ബീഹാറിലെ സാധാരണക്കാരൻ്റെ ഹൃദയത്തിനകത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ആ സ്ഥാനം ഇന്ത്യയിലെ മറ്റ് ഏതൊരു പ്രതിപക്ഷ പാർട്ടി എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും, അത് ഏതൊക്കെ തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ, ഏതൊക്കെ തരത്തിലുള്ള നികൃഷ്ടമായ പ്രചരണങ്ങളിലൂടെ, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ മൺമറഞ്ഞു പോയ അമ്മയെപ്പോലും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് വളരെ ഹീനമായ വാക്കുകൾ കൊണ്ട് അപമാനിച്ചിട്ടും ആ ഹീനതയ്ക്കും എല്ലാം ബീഹാറിലെ ജനത കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അസ്തമിക്കാൻ പോകുന്ന പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ ആ പാർട്ടിയെ ബീഹാറിലെ ജനത പോളിംഗ് സ്റ്റേഷനിലൂടെ അല്ലെങ്കിൽ കയ്യിലെ ചൂണ്ടുവിരലിലെ ആ മഷി തേച്ച് നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. ആ പാർട്ടി മനസ്സിലാക്കേണ്ടത്, ബീഹാറിലെ ജനത പറഞ്ഞു വെക്കുന്നത് വോട്ട് ചോരിയിലൂടെ അല്ല നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ പാർട്ടിയും വിജയിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയത്തെ മൺചോരി നടത്തിക്കൊണ്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുന്നോട്ട് പോകുന്നത് എന്ന് ബീഹാറിലെ ജനത സുവ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇതിലെല്ലാം അപ്പുറം ഇനി എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾക്ക് അധികാരത്തിലേക്ക്, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന് മനക്കോട്ട കെട്ടുന്ന ഭാവി പ്രധാനമന്ത്രിയും അദ്ദേഹത്തെ ഭാവി പ്രധാനമന്ത്രിയായി കാണുന്ന പാർട്ടിയും ഒരു കാര്യം മനസ്സിലാക്കണം. നരേന്ദ്രമോദി അല്ല രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ ബീഹാറിലെ ജനത പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ ബീഹാറിലെ ജനത ഒരു പാർട്ടിയോടും അതിൻ്റെ നേതാവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാജ്യത്തെക്കുറിച്ച്, രാജ്യത്തെ സംവിധാനങ്ങളെക്കുറിച്ച്, രാജ്യത്തിൻ്റെ ധീരന്മാരായ സൈനികന്മാരെക്കുറിച്ച് വളരെ നികൃഷ്ടമായ വാക്കുകളിലൂടെ സംസാരിക്കുന്ന, രാജ്യവിരുദ്ധതയുടെ നാവായി മാറിയിട്ടുള്ള രാഹുൽ ഗാന്ധി ഇനി രാജ്യത്തിനു വേണ്ട എന്ന അയാളുടെ പാർട്ടിയും ഈ രാജ്യത്തിന് വേണ്ട എന്ന് ബീഹാറിലെ ജനത ജനവിധിയിലൂടെ പറഞ്ഞിരിക്കുന്നു. അത് BJPക്കും അതിലെല്ലാം അപ്പുറം ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന രാഷ്ട്രസ്നേഹികൾക്കുമുള്ള ബീഹാറിലെ ജനതയുടെ സ്നേഹമായി ഞങ്ങൾ അതിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ആ അമ്മമാരുടെ സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നു. നിങ്ങൾ വീണ്ടും ഞങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള ആ വിശ്വാസം ഞങ്ങളെ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കിയിരിക്കുന്നു. നിങ്ങളുടെ സേവകന്മാരായി BJPയുടെ ഓരോ പ്രവർത്തകന്മാരും ഇനി ബീഹാറിലും ഭാരതത്തിലും ഓരോ പ്രവർത്തകന്മാരും നിങ്ങളുടെ സേവകന്മാരായി പ്രവർത്തിക്കും എന്ന് മാത്രമാണ് ബീഹാർ ജനതയ്ക്ക് കേരളത്തിൽ നിന്നൊരു BJP പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് കൊടുക്കാൻ കഴിയുന്ന സന്ദേശം. എൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിനു വേണ്ടി, ബീഹാറിലെ ഈ വിജയത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത, തൻ്റെ കഷ്ടനഷ്ടങ്ങളെ, തൻ്റെ ഇല്ലായ്മകളെ, തൻ്റെ വിഷമങ്ങളെ, തൻ്റെ കുടുംബത്തിന് ഉണ്ടാവുന്ന സങ്കടങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രത്തിനു വേണ്ടി, BJPക്ക് വേണ്ടി, BJPയുടെ ഓരോ സാധാരണപ്പെട്ട പ്രവർത്തകന്മാരും നടത്തിയിട്ടുള്ള അക്ഷീണമായിട്ടുള്ള പ്രവർത്തനം, അവിടുത്തെ ഓരോ പ്രവർത്തകന്മാരും നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനം, ആ പ്രവർത്തകന്മാരുടെ കഠിനാധ്വാനത്തിന് മുന്നിൽ ശിരസ്സു നമിച്ചുകൊണ്ട് ഈ വിജയം അവരുടെ വിജയമാണ് എന്ന് അവരുടെ മുൻപാകെ തന്നെ വെച്ചുകൊണ്ട് ഒരു ഗണഗീതത്തിൻ്റെ അവസാനത്തെ 3 വരി മാത്രം പാടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വരൂ, ഈ കാറ്റൊന്നേൽക്കൂ, ഇവിടെ ഭാരതമുണരുന്നു, ഇവിടെ ഭാരതമുണരുന്നു എന്ന് ബീഹാറിന്റെ ജനത അടിവരയിട്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെയധികം നന്ദി നന്ദു. ബീഹാർ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കട്ടെ. കാരണം നന്ദു ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ തന്നെയാണ്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ജനം ടിവിയോടൊപ്പം പ്രതികരിച്ചതിന്.